ഷാമുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഉർദുൻ, ഫലസ്തീൻ, ഹിമ്മസ്, ദിമിഷ്ക്, പിന്നസ്രി എന്നാണ് തോന്നുന്നത്. പിന്നസ്രി ഈ 5 പ്രദേശങ്ങളും അതിൻ്റെ മാഹവലയും കൂടി. അതിൽ നമ്മൾ ഉർദുനാണ്. ഉർദുൻ എന്ന് പറയുന്നത് എൻ്റെ ഭാഷാർത്ഥം നുആസ്, ഉറക്കം തൂങ്ങുക എന്നാണ്. ഉറക്കം തൂങ്ങുക എന്നുള്ളതും ഈ രാജ്യമായിട്ട് എന്ത് ബന്ധാന്ന് ഉറങ്ങിക്കിടക്കണം. രാജ്യപ്പെടുത്തും ഉറക്കം തൂങ്ങുക എന്നുള്ള അർത്ഥമുള്ള ഒരു പ്രദേശമാണിത്. ഉർദുൻ എന്ന് പറയുന്നതും ഫലസ്തീൻ എന്ന് പറയുന്നതും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ മകൻ വേറൊരു മകൻ്റെ മകൻ സാം, ഇറം. സാമിബിനു ഇറമുബിനു സാമിബിന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സാമിൻ്റെ മകൻ ഇറമിൻ്റെ മകൻ സാമിൻ്റെ 2 മക്കളാണ് ഫലസ്തീൻ, ഉർദുൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 2 മക്കൾ. അവരുടെ പേരിൽ അവരുടെ ഗോത്രങ്ങളും അവരായിട്ട് ബന്ധപ്പെട്ട സംഗതികളും ആയതുകൊണ്ടാണ് ഇവിടുത്തെ പേര്. അറബല്ല, 2 പേരും രണ്ടും അനർബ് വാക്കുകളാണ്. അപ്പൊ ഈ പ്രദേശം, ഈ 5 പ്രദേശങ്ങളടക്കമുള്ള ഉർദുൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നദിക്കാണ് കാര്യമായി പറയാം. ജോർദാൻ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന 2 നദികൾ, സിന്ധു ഹിന്ദായി ഇന്ത്യയായി മാറിയതുപോലെ ഉർദുൻ എന്ന് പറയുന്നത് ഇവിടുത്തെ 2 നദികൾ. ഒന്ന് ചെറിയ നദി, ഒന്ന് വലിയ നദി. അത് രണ്ടും ഒരു നദി തന്നെ. മലകളിൽ നിന്നും മറ്റൊക്കെ വെള്ളം ഒന്നായിട്ട് വന്നിട്ട് തൊബിരിയ എന്ന ബുഹൈറയിലേക്ക്, തടാകത്തിലേക്ക് ഒന്നായിട്ട് ചെന്ന് സമ്മേളിക്കുകയും ആ തടാകത്തിൽ നിന്ന് വേറെ ചില വഴികളിലൂടെ ചെറിയ നദി ഒഴുകുകയും ചെയ്യും. ഈ 2 നദികളാണ് ഉർദുൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ചരിത്രം പറയുന്നത്. ഈ നദിയാണ് വളരെ പ്രധാനപ്പെട്ട സാംസ്കാരികമായ ഒരു വലിയ മാറ്റത്തിന് വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു നദി. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽക്കാണ് ഈ പ്രദേശങ്ങളുടെ അമ്പിയാക്കന്മാരുടെ ബന്ധത്തിൻ്റെയും സംസ്കരണത്തിൻ്റെ ബന്ധത്തിൻ്റെയും ഒക്കെ തുടക്കം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലെ ബാബലിൽ നിന്നും ഇങ്ങോട്ട് ഹിജറ വരാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുകയും ഈ മുഖദ്ദസത്തായ ഭൂമിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടുത്തെ സംഘവും ഒന്നിച്ച് ഹിജറ വരികയും ചെയ്തു. ഈ ഹിജറ വരുമ്പോൾ ഉർദുൻ നദി വരെ അവരുടെ ഇറാഖിലെ അന്നത്തെ കാലത്തുള്ള ഭരണാധികാരികളൊക്കെ നടത്തിയിരുന്ന ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. ആ സംസാരം കഴിഞ്ഞ് ഈ ഉർദുൻ നദി വിട്ടുകിടക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ഭാഷയിൽ സംസാരിച്ചു എന്നാണ്. അതാണ് അബ്റാനി, ഹിബ്രു എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്റാനി ഭാഷ. റബൂർ, ഉർദുൻ നദി വിട്ടുകിടന്നപ്പോൾ സംസാരിച്ച ഭാഷ എന്ന അർത്ഥത്തിലാണ് അബ്റാനി എന്ന് പറയുന്ന ഭാഷ വന്നത്. വേദങ്ങളുടെ ഭാഷ അബ്റാനിയാണ് ഒന്ന്. അതുപോലെ പിന്നൊരു വേദം, 4ാം വേദം, എല്ലാ വേദങ്ങളെയും ശരിവെക്കുന്ന വേദത്തിന്റെ ഭാഷ അർബാനി. അപ്പൊ അർബാനി, അബ്റാനി എന്നീ 2 ഭാഷകളുടെയും ആ 2 സംസ്കാരങ്ങളുടെയും മൊത്തമായ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകുന്നതിന് വേണ്ടി അള്ളാഹു നടത്തിയ ഒരു വ്യവസ്ഥിതിയും ഒരു അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഔദാര്യവുമായിരുന്നു. വേദങ്ങളുടെ മുഴുവൻ ഭാഷയും വേദവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നമ്മൾ പരിമിതപ്പെടുത്തിയെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? വജഅൽനാ ഫീ ദുർരിയ്യതിഹി നുബുവ്വത വൽ കിതാബ്. പ്രവാചകത്വവും വേദവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ പരിമിതപ്പെടുത്തി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ മാത്രമാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളൂ, വേദങ്ങളും അവതരിച്ചിട്ടുള്ളൂ. ആ വേദങ്ങളുടെ എല്ലാം ഭാഷയും പ്രവാചകന്മാരുടെ എല്ലാം ഭാഷയും മൊത്തമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പരമ്പരയിൽ തന്നെ പരിമിതപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു തആല ഏകീകരിച്ച ഒരു രീതിയാണ് ഈ ജോർദാൻ നദി വിട്ടുകടന്നപ്പോൾ ഉണ്ടായ അബ്റാനി ഭാഷ. അർബാനി ഭാഷ, അറബി ഭാഷ അതിന് മുൻപേ പ്രാകൃതമായുണ്ടെങ്കിലും അൽ അറബുൽ മുസ്തഅരിബ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ അറബുൽ ആരിബ എന്ന പേരിൽ അറിയപ്പെടുന്ന പഹാനി ഭാഷ അറബി ഭാഷയുണ്ടെങ്കിലും ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ
സംസാരം തുടങ്ങിയത് മുതൽ സംസാരിക്കുന്ന ഭാഷയാണ് ശുദ്ധ അറബ് ഭാഷ. അതിന്റെ മുമ്പത്തെ അറബ് ഭാഷ ഇപ്പം പ്രാകൃതമായി ആർക്കും അറിയപ്പെടില്ല. വേദം ഇറങ്ങാൻ വേണ്ടി അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കലാമായ അറബിന്റെ ശരിയായ ഭാഷ ഇസ്മായിൽ നബി വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം സംസാരിക്കുന്ന ഭാഷയാണ് ശരിയായ സ്ഫുടമായ ശുദ്ധ അറബി ഭാഷ. അവിടെ നിന്നോട്ടാണ് മുസ്താരിബത്തായ അറബ് എന്ന പേരിൽ അറബിയുടെ ശരിയായ ശുദ്ധ ഭാഷ വന്നത്. അപ്പൊ ഇതനുസരിച്ച് ഇസ്മായിൽ എന്ന മകൻ പരമ്പരയിലൂടെ അറബിയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ അവരുടെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വഴിക്കുള്ള പുത്രപരമ്പരയിലൂടെ അബ്റാനി ഭാഷയും. അങ്ങനെ അബ്റാനി, അറബാനി എന്നീ രണ്ട് ഭാഷകളിൽ പരിമിതമാണ് അറിയപ്പെട്ട ആകാശത്തിൽ അവതരിച്ചതായ അള്ളാഹുവിന്റെ വേദങ്ങളുടെ ഭാഷ, പ്രവാചകന്മാരുടെ ഭാഷ. ആ പ്രവാചകന്മാരത്രയും നമ്മുടെ ഈ ഷാമിന്റെ മണ്ണിലാണ് വന്നത്. ഷാം നമ്മൾ പറഞ്ഞ പോലെ ഈ 5 പ്രദേശങ്ങളും ചുറ്റുഭാഗവും അടങ്ങിയ ഈ മണ്ണാണ് മാനവിക സംസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയ സംസ്കാരത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ഓളം പ്രവാചകന്മാരിലൂടെ ശുദ്ധീകരിച്ച, അവരുടെ പാരമ്പര്യത്തിലൂടെയും രക്തത്തിലൂടെയും ശുദ്ധീകരിച്ച, അവരുടെ ഗോത്രത്തിലൂടെയും പരമ്പരയിലൂടെയും കുടുംബ പരമ്പരയിലൂടെയും ശുദ്ധീകരിച്ച ഏറ്റവും മുന്തിയ സംസ്കാരം ഇവിടെ ഉരുത്തിരിയുന്നതിന് വേണ്ടി അല്ലാഹു തആല ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം മുതൽ ബനൂ ഇസ്രായീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ഹാഖ് നബിയുടെ പുത്രൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ പരമ്പരയെ അല്ലാഹു തആല ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഷാമാണ് അവരുടെ മണ്ണ്. അവർക്ക് അല്ലാഹു നൽകിയ ഏറ്റവും പരിശുദ്ധമായ ഭൂമി. ആ ഭൂമിയിലേക്കുള്ള ഹിജ്റയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തു തന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന പൗത്രനും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പുത്രനും പൗത്രനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബുശറയായി, സുവിശേഷമായി അല്ലാഹു തആല നൽകിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വബശ്ശർനാഹു ബിഇസ്ഹാഖ വയാക്കൂബ എന്ന് ഇസ്ഹാഖ് നബിനെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും മൊത്തം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബിശാറത്തായി നൽകിയെന്ന്. ഇതിന്റെ അർത്ഥവും ആ മകനെയും പൗത്രനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പിതാമഹനിലൂടെ തന്നെ സംസ്കരിക്കപ്പെടണമെന്നും ഇബ്രാഹിം നബി എന്ന പിതാമഹനിൽ നിന്ന് ഉൾക്കൊണ്ട സംസ്കൃതി പ്രകാരം ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന അമ്പിയാക്കന്മാർ മുഴുവനും പിറവി കൊള്ളണമെന്നുമുള്ള അള്ളാഹുവിന്റെ നിശ്ചയത്തിന്റെ ഭാഗമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ കാലത്ത് വന്നത്. അങ്ങനെയുള്ള ആ സമുദായം 1,00,000-ഓളം പ്രവാചകന്മാരാൽ സംസ്കരിക്കപ്പെട്ടുകൊണ്ട് പ്രദേശവും താമസിച്ച പ്രദേശവുമാണ് ഷാം. മക്കയിലെ അറബികൾക്ക് ഈ പ്രദേശവുമായി പണ്ട് തന്നെ കച്ചവട ബന്ധമുള്ളത് നമുക്കറിയാം. ഈ പ്രദേശവുമായുള്ള ബന്ധവും കച്ചവടത്തിന്റെ ബന്ധവും അതിനുള്ള അന്നത്തെ കാലത്തെ രാജാവിന്റെ അനുമതി പത്രം, അതാണ് ഈ ഈലാഫി ഖുറൈശ് എന്ന് പറയുന്ന ഖുറൈശികളുടെ ഈലാഫ്. ഖുറൈശികളുടെ ഈലാഫ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് അതത് രാജ്യങ്ങളിലേക്ക് ചെല്ലാനും അവിടെ ചെന്നുകൊണ്ട് കച്ചവടം നടത്താനും അവിടുത്തെ വസ്തുക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും അവിടത്തേക്ക് മറ്റു രാജ്യങ്ങളിലെ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള അന്നത്തെ ഭാഷയിലെ വിസ, അതാണ് ഈലാഫ്. ഈ ഈലാഫ് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാമഹന്മാരാണ് യമനിലേക്കും ഷാമിലേക്കും എല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ യമനിലേക്കും ഷാമിലേക്കും ഇറാഖിലേക്കും എല്ലാമുള്ള ഈ അനുമതി പത്രങ്ങളുടെ ബന്ധവും അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാമഹന്മാരിലൂടെ വന്ന ആ ബന്ധവും ഷാമിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പരമ്പര വന്നിട്ടുള്ള ഈ ബന്ധവും തമ്മിൽ സമന്വയിച്ചുകൊണ്ടാണ് അവസാന കാലം വരെയുള്ള ഏറ്റവും മുന്തിയ സംസ്കാരമായ പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി സംവിധാനിച്ചതെന്ന് നമുക്ക് ചരിത്രപരമായി ചില ഭാഗങ്ങൾ മനസ്സിലാക്കാം. ആ കഥ അവിടെ ഇരിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പരമ്പര താമസിച്ച ഈ മുഖദ്ദസത്തായ പരിശുദ്ധമായ ഭൂമി, ആ ഭൂമിയുടെ ബർക്കത്ത്, ഈ ഭൂപ്രദേശത്തിന് അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ മുതൽ നൽകിയിട്ടുള്ള ബർക്കത്താണ്. ഇവിടുത്തെ നദികൾ, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട നദികളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രദേശം ഉൾക്കൊള്ളുന്നു. അതായത് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് ഒക്കെ ഇറാഖിലാണെങ്കിലും ആ നദികളുടെ എല്ലാം ഫലങ്ങളും അതിൻ്റെ എല്ലാം നേട്ടങ്ങളും ഈ ഫലസ്തീൻ അടക്കമുള്ള നമ്മുടെ ഷാമിന്റെ മണ്ണിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് അള്ളാഹുവിന്റെ ബർക്കത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാം. അതേപോലെ തന്നെ ആത്മീയമായ ബർക്കത്തും ഭൗതികമായ ബർക്കത്തോടൊപ്പം ആത്മീയമായ ബർക്കത്തും ഷാമിൽ അല്ലാഹു തആല വെച്ചത്
അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഒക്കെ ഭൂമിയാക്കി അള്ളാഹു തആല വെച്ചുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുവട്ടം അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു എന്ന ബർക്കത്ത് ഈ ഭൗതികപരമായിട്ടുള്ള ബർക്കത്തുകളും അതോടൊപ്പം അമ്പിയാക്കന്മാരെ കൊണ്ട് ലഭിച്ചിട്ടുള്ള ആത്മീയമായ ബർക്കത്തുമാണെന്ന് മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മഹത്തായ മസ്ജിദുൽ അഖ്സയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാഉം മിഅ്റാജും നടത്തിയ അതേ റജബ് 27-നാണ് അള്ളാന്റെ തൗഫീഖോടുകൂടി. അതൊന്നും യാതൊരു കാര്യം കരുതിക്കൂട്ടലുണ്ടായിട്ടല്ലല്ലോ, നമ്മൾ ഉദ്ദേശിച്ചതുമല്ല. പക്ഷേ ഈ റജബ് 27-നാണ് നമ്മുടെ യാത്രയിൽ ഫലസ്തീനിലേക്കും മസ്ജിദുൽ അഖ്സയിലേക്കും നമ്മൾ എത്തുന്നത് 2-ാം തീയതി കൃത്യമായി. അപ്പോൾ റജബ് 27-ന്റെ ആ രാവിനാണ്. ആ രാവിനനുസരിച്ച് തന്നെ അവിടെ കിടക്കാനുള്ള അല്ലാഹു തആലയുടെ തൗഫീഖ് നമ്മൾ എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതിനുള്ള പരിശ്രമം നമ്മുടെ ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അള്ളാന്റെ കയ്യിലാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ നിലക്ക് നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകം അവിടേക്ക് രേഖ കിട്ടാത്ത നമ്മുടെ സഹോദരന്മാർക്ക് അതിനുള്ള അനുമതി കിട്ടി. എല്ലാവർക്കും കൂടി സന്തോഷത്തോടുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനും അവിടങ്ങളിൽ നിന്ന് കിട്ടേണ്ട ബർക്കത്തുകളൊക്കെ ലഭിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ മൂത്തത്തിനെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ 2-3 പ്രധാനപ്പെട്ട മഹത്തുക്കളായ വലിയ മഹാന്മാരെ കിട്ടിയാൽ തന്നെ നമുക്ക് നമ്മുടെ സിയാറത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി. ഒരു ഇമാം ഷാഫിഈനെ ഈ പ്രദേശത്ത് കിട്ടിയാൽ തന്നെ നമ്മളവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന ഈ യാത്രയുടെ എല്ലാ ഫലമായിരുന്നു ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് മനസ്സിൻ്റെ അകത്ത് ഏറ്റവും അധികം സന്തോഷം വരികയും അത് തന്നെ മധ്യം നമുക്ക് ബോധ്യം വരികയും ചെയ്യുന്ന ഒരു മിസാല് പറഞ്ഞു, ഒരു മാതൃക പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഇമാം ഷാഫിഈ തങ്ങൾക്ക് വരിയായി എത്ര സ്വഹാബാക്കളാണ് നമുക്ക് ഈ പട്ടികയിൽ സിയാറത്ത് ചെയ്യാൻ കിട്ടുന്നവരും. ഇവിടുന്നും ഫലസ്തീനും അത് കഴിഞ്ഞ് നമ്മൾ മിസ്റിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരുപടി സ്വഹാബാക്കൾ ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട അനവധി സ്വഹാബാക്കളുടെ സിയാറത്ത് നമുക്ക് നിശ്ചയിക്കപ്പെട്ടതുണ്ട്, എഴുതി വെക്കപ്പെട്ടത് തന്നെ. അതിൽ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അബൂ ഉബൈദത്ത് ജറാഹ് എന്ന മഹാനവകളുടെ സിയാറത്ത്, അതുപോലെ മുആദ് ബിൻ ജബൽ തങ്ങളുടെ സിയാറത്ത്, അത് രണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ശരിപ്പെടുത്തി തരാമെന്ന് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 സിയാറത്തും ലഭിക്കാൻ നൽകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കത് എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് എത്രയ്ക്കോ പറഞ്ഞതാ, പോകുമ്പോഴൊക്കെ ധാരാളം പറഞ്ഞെങ്കിലും ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സിയാറത്തിന് പോയ ആ സമയത്ത് അതിൻ്റെ അപ്പുറത്തൊരു വഴിക്ക് തിരിയേണ്ടിയിരുന്നു. രാത്രിയുടെ കാര്യവും മറ്റൊക്കെ പറഞ്ഞ് നേരം വൈകും, 2-1 കട്ട് ചെയ്യണമെന്ന് അന്നത്തെ ബസ്സുകാർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ മുടങ്ങിപ്പോയി. ഏതായാലും ഇന്ന് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അപ്പൊ അബൂ ഉബൈദത്ത് എന്നവരുടെ ചരിത്രവുമാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് അല്ലെ. അബൂ ഉബൈദത്തിനെ പറഞ്ഞു വെച്ചത്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് എന്ന് പറയുന്നവര് ഈ ഷാം പ്രദേശവും ഈ ഇറാഖ് പ്രദേശവും കൂഫ, ബസറ തുടങ്ങിയിട്ടുള്ള ഈ മണ്ണുകളിലെല്ലാമുള്ള വിജയത്തിന്റെ, ഇസ്ലാമിക വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനായ ഒരു ശില്പിയാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് തങ്ങൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഭാഗങ്ങളിലേക്ക് നിയമിച്ചിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ടത്തിലൂടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളിലെ വലിയ നഗരങ്ങളൊക്കെ ഇസ്ലാമിന്റെ അധീനപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. ആ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ടം ഈ മണ്ണിലൂടെ ഗംഭീരമായി നടക്കുകയാണ്. അല്ലാഹു തആല എന്തോ ഒരു പ്രധാനമായ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സൈഫുൻ മിൻ സുയൂഫില്ലാഹ് സല്ലല്ലാഹു അലൽ കുഫാർ. കാഫിറുകളുടെ മേൽ അല്ലാഹു തആല മോടി പിടിച്ചിട്ടുള്ള ഒരു ഘടകമാകുന്നു ഈ ഘടകം ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുത്തഖി യുദ്ധത്തിൽ രണാങ്കണത്തിൽ അദ്ദേഹം 3 മഹാന്മാരായി നമ്മൾ പറഞ്ഞ സയ്യിദ് ഇബ്നു ഹാരിസത്ത്, ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹും ആ മഹാന്മാര് ഷഹീദായ ശേഷം പതാക പിടിച്ച യുദ്ധത്തിന് നേതാവാക്കി ആളുകൾ തെരഞ്ഞെടുത്ത ഖാലിദ് ഇബ്നുൽ വലീദിനെ കുറിച്ച് ഈ മൂത്തത്തെ സംഭവത്തിന്റെ വിവരണവേളയിൽ തന്നെയാണ് നബി എന്ന് പറഞ്ഞത്. ഇപ്പോൾ സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ ഘടകങ്ങളിൽ പിടിച്ചിട്ടുള്ള ഒരു ഘടകം ഇതാ പതാക എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ നാടും ഈ യുദ്ധവും ഫത്തഹാകും, ഈ യുദ്ധം വിജയിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അന്ന് പ്രവചിച്ചു. അത് അതുപോലെ തന്നെ സംഭവിച്ചു.
അത് മുതൽക്ക് സിദ്ദീഖുൽ അക്ബർ എന്നവർ സൈഫം മിൻ സുയൂഫില്ല എന്ന നബിയുടെ ഈ പ്രകീർത്തനത്തെ പ്രതിയാണ് ബഹുമാനപ്പെട്ടവരെ ഈ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടിയും രാജ്യങ്ങളെ ഇസ്ലാമീകരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ നിയമങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി നിയമിച്ചത്. മഹാനർക്ക് അതിന് പറ്റിയ നല്ല തൗഫീഖുണ്ട്. വക തന്നെ വലിയ പുലിക്കുട്ടികളുടെ വകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലാണ് അവർ ഉള്ളത്. ഉമർ എന്നവരുടെ അതേ ശൗര്യവും അതേ രീതിയിലുള്ള എല്ലാ ധൈര്യവും ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന്റെ പുറമെ അദ്ദേഹത്തിന്റെ പട്ടത്തൊപ്പിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികൾ പ്രത്യേകം അദ്ദേഹം ബർക്കത്തിന് വേണ്ടി അടക്കം ചെയ്തതിന്റെ ഫലമാണ്. ആ പടത്തൊപ്പി ധരിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയാൽ ആ കാര്യം വിജയിക്കുകയും ഫതഹാവുകയും ചെയ്യുക എന്ന മഹത്തായ ഒരു സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സൗഭാഗ്യം കൊണ്ട് രാജ്യങ്ങൾ ഫതഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അദ്ദേഹത്തെ എവിടേക്കോ ഉയർത്തുന്ന ഒരു മാനുഷികതയിൽ നിന്ന് തന്നെ ഉയർത്തിയിട്ട് ഇസ്ലാമിന്റെ തന്നെ ഏറ്റവും മുഖ്യമായ ആള് അദ്ദേഹമാണെന്ന് പറയുന്ന ഒരു പരുവം സ്വഹാബാക്കൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ വളർന്നു. ഇത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കാണുകയായിരുന്നു. ഉമറുൽ ഫാറൂഖ് എന്നവർക്ക് അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദീനിനും കുറവോ എന്തെങ്കിലും തരത്തിലുള്ള താഴ്ചയോ സംഭവിക്കുക, അത് മറ്റാർക്കും ഉയർച്ച നൽകിയാലും ശരി, ദീനിന് താഴ്ച വരിക, അള്ളാഹുവിന്റെ റസൂലിന് താഴ്ച വരിക, അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്തവർക്ക് താഴ്ച വരിക, ഇത് മഹാനായ ഉമർ എന്നവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പോലും ജനങ്ങൾ ഉയർത്തുന്ന ഒരു നിലപാട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വീര പോരാട്ടങ്ങളിലെ വിജയത്തിന്റെ പിന്നിൽ സാധാരണക്കാർ കണ്ടപ്പോൾ, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ, വലിയ വലിയ യുദ്ധങ്ങൾ ജയിച്ച വീരന്മാരാകുമ്പോൾ അവർക്കാണല്ലോ ഇക്കാലം താരവേഷം. ആ താരം എന്നുള്ള പദവി അദ്ദേഹത്തിന് കിട്ടി വരുന്നത് ഇസ്ലാമിന് പ്രയാസമുണ്ടാക്കും, കുറവുണ്ടാക്കും. ഇസ്ലാമിലെ ഏറ്റവും മുന്തിയവരെയൊക്കെ അവരിൽ താഴ്ന്നവരായി ഗണിക്കുന്ന ഒരവസ്ഥ വരുന്നത് കണ്ടപ്പോൾ ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ ഉമർ എന്നവരുടെ രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് കണ്ടപ്പോൾ പ്രത്യേകിച്ചും ഉമർ എന്നവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ് എന്നവരെ പെട്ടെന്ന് സൈന്യാധിപ സ്ഥാനത്തിൽ നിന്ന് നീക്കണമെന്ന്. മഹാനായ സിദ്ദീഖ് എന്നവരത് ഉൾക്കൊണ്ടില്ല. സൈഫും മിൻ സുയൂഫില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തി പറഞ്ഞ ഒരാളെ ഞാൻ ഈ സൈന്യാധിപ സ്ഥാനത്തിൽ നിന്ന് നീക്കില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കട്ടെ പരിപാടിയെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ അവസാന കാലങ്ങളിൽ പറഞ്ഞനുസരിച്ച് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പോരാട്ടം നടക്കുന്നത്. ആ സൈന്യത്തിൽപ്പെട്ട എന്നാൽ അവരെക്കാളെല്ലാം ആദരവുറ്റ മഹാനായിരുന്നു അബൂ ഉബൈദ ബിൻ ജറാഹ്. ഖാലിദ് ബിൻ വലീദ് എന്നവരടക്കം എല്ലാ വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത സ്വഹാബി എന്ന നിലക്കും ഈ ഉമ്മത്തിലെ അമീൻ എന്ന നിലക്കും ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയും ബഹുമാനപ്പെട്ടവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. തദടിസ്ഥാനത്തിൽ ഖാലിദ് എന്നവരടക്കമുള്ള സൈന്യത്തിലെ എല്ലാവരും വിവരം കൊണ്ടും അഭിപ്രായത്തിന്റെ മേന്മ കൊണ്ടും ഭക്തി കൊണ്ടും സ്ഥാനം കൊണ്ടും എല്ലാം ബഹുമാനം കൽപ്പിച്ചിരുന്ന ആളെന്ന നിലക്ക് അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നവർക്കായിരുന്നു ഇവിടെ മുസ്ലിം സൈന്യത്തിന്റെ മുഴുവൻ ആലംബവും അവലംബവും എന്ന പദവി ഉണ്ടായിരുന്നത്. അമീർ ഖാലിദ് ബിൻ വലീദ് എന്നവരാണെങ്കിലും മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവർ സിദ്ദീഖ് എന്നവരുടെ വഫാത്തിനെ തുടർന്ന് ഖലീഫയാകുമ്പോൾ ഭരണ നടപടി എന്ന നിലക്ക് ആദ്യമായി ഉമറുൽ ഫാറൂഖ് എന്നവർ നടത്തിയ നടപടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സൈന്യാധിപ സ്ഥാനത്തിൽ നിന്ന് നീക്കുകയായിരുന്നു. കൂഫ പിടിച്ച, ബസറ പിടിച്ച അങ്ങനെയുള്ള നാടുകളൊക്കെ ഇസ്ലാമിന് വേണ്ടി ജയിച്ചടക്കിയ ഒരു വീരപുലിയെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്ക് നിമിഷ നേരം കൊണ്ട് ഒറ്റയടിക്ക് മഹാനവറുകൾ സസ്പെൻഡ് ചെയ്യുകയാണ്. വേറൊരു നടപടിയിലേക്കും പ്രവേശിക്കുന്നതിന് മുൻപ് ഉമർ എന്നവർ ഭരണാധികാരം കിട്ടിയ ഉടനെ ചെയ്ത ആദ്യത്തെ 1-ാം നമ്പർ നടപടി ഖാലിദ് ബിൻ വലീദിനെ സൈന്യാധിപ സ്ഥാനത്തിൽ നിന്ന് നീക്കി എന്ന് പറഞ്ഞാണ്. അതൊരു വല്ലാത്ത സംഭവമാണ്. എല്ലാ ഭരണാധികാരികൾക്കും ഇസ്ലാമിന്റെ കീഴിൽ അധീനത്തിൽ വന്ന രാജ്യത്തെ നേതാക്കന്മാർക്കും ഒക്കെ ഒരു വലിയ ഷോക്കായിരുന്നു. വലിയ ഷോക്ക് ഏൽപ്പിക്കൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ എന്നവരുടെ ചിന്തയും. ആരും എനിക്ക് പുല്ലാണ്, എന്റെ ഭരണത്തിന് കീഴിൽ ഞാൻ തീരുമാനിക്കുന്ന അനുസരിച്ചു തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും, എല്ലാവരും ആ ചിട്ടക്കൊത്ത് ജീവിച്ചു കൊള്ളണമെന്ന കാർക്കശ്യം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുലർത്തുന്നതിനുള്ള മുന്നോടിയായി അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം വന്നതാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അസൽ സസ്പെൻഷൻ. അദ്ദേഹത്തെ നീക്കിക്കൊണ്ടുള്ള എടുത്ത് ഒരു വലിയ പടയോട്ടം, അതായത്
ദിമിഷ്കിന്റെ മണ്ണും മറ്റുമൊക്കെ ഇസ്ലാമിന്, അതായത് സിരിയയുടെ തലസ്ഥാനമായ, നമുക്കിപ്പോ പോകാൻ വയ്യാത്ത, പറ്റുമെങ്കിൽ നമുക്ക് ഇനി സിയാറത്ത് നടത്തേണ്ടത് ആ ദമിഷ്കാണ്. പറ്റാൻ പ്രവേശനം കിട്ടിയ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സ്വഹാബാക്കൾ, അതുപോലെ ഒരുപാട് ഇമാമിയങ്ങൾ മറവിട്ട് കിടക്കുന്ന പ്രദേശമാണ് ദിമിഷ്ക്. അല്ലാഹു തആല നമ്മുടെ ഉള്ള ആയുസ്സിൽ തന്നെ അതൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വായിച്ച സ്ഥലങ്ങളും പഠിച്ച ചരിത്രങ്ങളും അത് നോക്കുമ്പോൾ, കിതാബ് നോക്കുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണാനൊരു കമ്പാടുള്ള മനസ്സിലായി. അപ്പൊ ആ നിലയിലിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമുള്ളത് ഡമാസ്കസും പരിസരവും സന്ദർശിക്കുന്നത് തന്നെയാണ്. മറ്റേങ്കിൽ സമയമുണ്ടെങ്കിൽ അല്ലാഹു തആല ഒരു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ആ ഡമാസ്കസിൽ പിടിച്ചെടുക്കുന്ന ആ സമയത്ത് വലിയ പോരാട്ടവും ഡമാസ്കസും പരിസരവും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ് തങ്ങൾക്ക് ഉമർ എന്നവരുടെ ഖലീഫയുടെ കത്ത് കിട്ടുന്നത്. എന്താ കത്ത്? ഖാലിദ് ഇബ്നുൽ വലീദിനെ ഞാൻ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു, നിങ്ങൾ ആ സ്ഥാനത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഈ വിവരം നിങ്ങൾ ഖാലിദിനെ ഏൽപ്പിക്കണം, ഈ എഴുത്ത് നിങ്ങൾ ഖാലിദിന് കൊടുക്കണമെന്ന്. ഒന്നാമത്തെ ഖാലിദ് ഇബ്നുൽ വലീദിനെ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ് എന്നവരെ സൈന്യാധിപ സ്ഥാനത്ത്, സർവ്വസൈന്യാധിപ സ്ഥാനത്ത്. ഇവിടെ നിന്നാണ് കീഴിലേക്ക് പല രാജ്യങ്ങളിലേക്കും പിന്നെ സൈന്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പരിസര പ്രദേശങ്ങളിലേക്കും ഇറാഖിലേക്കും പേർഷ്യയിലെ മറ്റിടങ്ങളിലേക്കും എല്ലാം സൈന്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ ശാമം മണ്ണും കേന്ദ്രീകരിച്ചിട്ടുള്ള സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ സർവ്വസൈന്യാധിപ സ്ഥാനത്ത് അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ് എന്നവർ നിയമിക്കുകയും ഖാലിദ് ഇബ്നുൽ വലീദ് എന്നവർ നീക്കുകയും ചെയ്തുകൊണ്ടുള്ള എടുത്ത് അബൂ ഉബൈദ എന്നവർക്ക് കിട്ടിയപ്പോ ഘോര പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ സമയത്ത് അബൂ ഉബൈദ എന്നവർ ഖാലിദിന് ഈ കത്ത് കൊടുത്തില്ല. കാരണം ഈ സമയത്ത് ഇത് കിട്ടിയാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിനെ അത് ബാധിക്കുമെന്നും ഇസ്ലാമിന് ഫത്ഹാകാൻ പോകുന്ന ആ രാജ്യത്തിന്റെ ഫത്ഹിനെ അത് പ്രയാസത്തിലാക്കുമെന്ന് മനസ്സിലാക്കി അബൂ ഉബൈദ എന്നവർ കാത്തിരുന്നു. അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹിന്റെ ദീനിയായ സ്പിരിറ്റും ദീനിനോടുള്ള നസീഹത്തും ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷയുമായിട്ട് അബൂ ഉബൈദ എന്നവർ യുദ്ധം ജയിച്ച് ഡമാസ്കസ് കീഴടങ്ങി പരിസര പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിന് വന്ന ആ സമയത്ത് യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ഈ എഴുത്ത്. ഈ യുദ്ധം കഴിഞ്ഞ ശേഷം എഴുത്ത് കിട്ടിയപ്പോൾ ഖാലിദ് എന്നവർ ചോദിച്ചു, നിങ്ങൾ ആ സമയത്ത് തന്നെ ഇത് കൊണ്ടുവരായിരുന്നു, അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥാനമൊഴിഞ്ഞു തരുമല്ലോ, അള്ളാഹുവിന്റെ ദീനല്ലേ വലുത്, ഉമർ എന്നവരുടെ തീരുമാനം തന്നെ നടക്കട്ടെ, ദീനിന്റെ വിജയം വളരെ പ്രധാനമാണ്, അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ആരും ദുന്യാവ് ആഗ്രഹിക്കുന്നില്ല, ദുന്യാവിന്റെ ഒരു നേട്ടവും പേരും പെരുമയും ഒന്നും നമുക്ക് ആർക്കും ആവശ്യമില്ല. ദീനിന്റെ വിജയത്തിന് ഉമർ എന്നവർ കാണുന്ന തീരുമാനം വളരെ പ്രധാനമാണ്, നിങ്ങൾ നേരത്തെ അറിയിക്കേണ്ടേ എന്ന് അബൂ ഉബൈദ എന്നവരോട് ഖാലിദ് എന്നവർ ചോദിച്ചു. ഒന്നും ആ സമയത്ത് ഞാനത് അറിയിച്ചിരുന്നെങ്കിൽ ഈ പോരാട്ടത്തിന്റെ ഗതി മാറുമായിരുന്നുവെന്ന് തോന്നിയതുകൊണ്ടാണെന്ന് അദ്ദേഹം കാരണം പറഞ്ഞ് പിന്നീട് ഈ മണ്ണിന്റെ സർവ്വസൈന്യാധിപ സ്ഥാനത്ത് നിന്ന് ഈ പ്രദേശങ്ങളുടെ എല്ലാ ഫുതൂഹിനും നേതൃത്വം നൽകിയ മഹാനായ അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ്. അത് അത്ര താല്പര്യത്തോടുകൂടെ ആ പ്രദേശം കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും അവിടുത്തെ സവിധത്തിൽ ചെല്ലണമെന്ന് നമ്മൾ പ്രത്യേകം കൊതിക്കുന്നതിന്റെയും കാരണം വിവരിക്കാനാണ് നമ്മളിത് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ആ വേളയിൽ കുത്തേറ്റ് കിടക്കുമ്പോൾ പറഞ്ഞത്, അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ് എന്ന ആള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയാക്കിയിട്ട് മരിക്കുമായിരുന്നു. കാരണം അള്ളാഹു എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാം, നിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന്റെ അമീൻ ചുമതല ഏറ്റെടുത്താൽ അത് കൃത്യമായി നിർവഹിക്കുന്നയാൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന മരണത്തിന്റെ ആ സമയത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനം അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ് എന്നവരുടെ സ്ഥാനം ലഭിക്കുന്നുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹു തങ്ങളും ആയിഷ എന്ന മഹദിയും ഇത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ആദ്യം ഖലീഫയാക്കുകയായിരുന്നെങ്കിൽ ആരെ ഖലീഫയാക്കും? പാപ്പാനെ. അത് കഴിഞ്ഞാൽ ആരെയാക്കും? ഉമറിനെ. അവരും പോയാൽ അള്ളാന്റെ റസൂൽ ആക്കുകയായിരുന്നെങ്കിൽ ആരെയാക്കും എന്ന് തന്റെ അഭിപ്രായം ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞത് അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹിനാക്കുമായിരുന്നു. അപ്പൊ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന്റെ ഭരണം അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഏൽപ്പിക്കാൻ ഏറ്റവും അർഹൻ അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹാണെന്ന് ഉമർ എന്നവരും അഭിപ്രായപ്പെടുന്നു, മഹദി ആയിഷയും അഭിപ്രായപ്പെടുന്നു. രണ്ട് വലിയ ബുദ്ധിജീവികളാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആണിലും പെണ്ണിലുമായി ആയിഷ റളിയല്ലാഹു അൻഹയും ഉമർ എന്നവരും.
നമ്മുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരുടെയും ചിന്തക്കും അഭിപ്രായത്തിനും ആലോചനക്കും വളരെ വലിയ സ്ഥാനമുണ്ട്. അതാണ് ഈ രണ്ട് ആൺ പെൺ താരങ്ങളെ പ്രത്യേകം പറയുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞത് അബൂ ഉബൈദ ഇബ്നു ജർറാഹാണ് ഭരണത്തിന് അള്ളാഹുവിന്റെ റസൂൽ ഖലീഫയാക്കുമായിരുന്നെങ്കിൽ ആ ആളാണ് അബൂ ഉബൈദ ഇബ്നു ജർറാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന് ഫത്ഹായത്. ഫലസ്തീന്റെ അധിക പ്രദേശങ്ങളും ഇസ്ലാമിന് ഫത്ഹായത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പരിസരങ്ങളിലുള്ള അനേകം നാടുകൾ ഇസ്ലാമിന് ഫത്ഹായത്. ആ അബൂ ഉബൈദ ഇബ്നു ജർറാഹ് എന്നവരെ ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹായപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ പ്രത്യേകം റോമിന്റെ ഭരണാധികാരികളിൽ നിന്നും സൈന്യത്തിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് തുറക്കേണ്ടതും ഇസ്ലാമിന്റെ ഗേഹം എന്ന നിലയിൽ ബൈത്തുൽ മുഖദ്ദസിനെ ഏറ്റുവാങ്ങേണ്ടതും ഖലീഫ നേരിട്ട് വന്നായിരിക്കണമെന്ന് ഹിറക്കിന്റെ സേന, അതായത് യർമൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് റോം സാമ്രാജ്യത്തിന്റെ വലിയ സൈന്യം, ആ സൈന്യത്തിന്റെ നായകൻ പറഞ്ഞ അനുസരിച്ച് മദീനയിൽ നിന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹ് ചെയ്യുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഈ മണ്ണിലേക്ക് വന്നിട്ടുണ്ട്. മഹാനവറുകൾ വന്നതും ജാബിയയിൽ വെച്ച് അദ്ദേഹം ചെയ്ത പ്രസംഗവും ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ സംഭവങ്ങളാണ്. ആ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഈ അബൂ ഉബൈദ എന്നവരെ ഷാമിലേക്ക് വന്ന ഉമർ എന്നവർ ആദ്യം കാണുമ്പോൾ തന്നെ ചോദിക്കുന്നത് ആളുകളോടൊക്കെ ഐനാഹി, എന്റെ സഹോദരൻ എവിടെ, എന്റെ സഹോദരൻ എവിടെ? ആരാണ് സഹോദരൻ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അവസാനം ആരോ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ സഹോദരൻ? ഈ കൂട്ടത്തിൽ അങ്ങ് എന്റെ സഹോദരൻ എന്ന് ചോദിക്കുന്ന ആരെയാണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ്, അതാണ് എന്റെ സഹോദരൻ. അദ്ദേഹം എവിടെയെന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഉമർ എന്നവർ മദീനത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പോലും ഉമർ എന്നവരെ സ്വീകരിക്കാൻ മറ്റെല്ലാവരെക്കാളും മുന്നിൽ ചെല്ലുന്നില്ല അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹ് തങ്ങൾ. അദ്ദേഹം സാധാരണക്കാരനായി ജീവിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ എന്നവരെ ചോദിച്ച് അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചിട്ട് എല്ലാവരോടും ചോദിച്ചിട്ട് മൂപ്പർ പാർക്കുന്നിടത്ത് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട ഉമർ എന്നവർ അന്ന് താമസിക്കാൻ വേണ്ടി അബൂ ഉബൈദ ഇബ്നുൽ ജർറാഹിന്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോ ഒരു ചെറിയ കൊച്ചുപുര, ഒരു ടെന്റ്. ആ ടെന്റിനുള്ളിൽ ഒരു സാമഗ്രിയുമില്ല, ഒന്നുമില്ല, ഒരു ഉപകരണവുമില്ല, കിടക്കാൻ ഉപകരണമില്ല, ഭക്ഷണാദി ഉപകരണങ്ങളില്ല, ഒരു സൗകര്യങ്ങളുമില്ല, ഒന്നുമില്ല. എന്താണ് നിങ്ങളുടെ സ്ഥിതി സഹോദരൻ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? നിങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന് ഫത്ഹായിട്ടുള്ള കെട്ടിടങ്ങൾ. ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കരുതോ? നിങ്ങൾക്ക് പറ്റിയ ഒരു വീടും പറ്റുന്ന തരത്തിലുള്ള ഒരു വീടും ഉണ്ടാക്കരുതോ എന്ന് ഖലീഫ ഉമർ എന്നവർ അങ്ങോട്ട് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അവർ, എന്തിനാണ് ഇവിടെ വീട്, എന്താണ് ഇവിടെ താമസിക്കേണ്ട ആവശ്യം? നമ്മൾ ഇവിടെ താമസിക്കാൻ വന്നവരല്ലല്ലോ, ആഖിറമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അവിടേക്കുള്ള പണികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കൽപ്പിച്ച ഈ സേവനങ്ങൾ, ദീനിന്റെ ദഅവത്തും ദീനിന്റെ വ്യാപനവും, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച് വഫാത്താകുന്ന സന്ദർഭം വരേക്കും ദുന്യാവിന്റെ ഒരു ചെറിയ കെണികയുടെ അംശം പോലും ശരീരത്തിൽ പുരളാത്ത, വസ്ത്രക്കൂട്ടങ്ങൾ പോലും ഇല്ലാതെ നിബിതങ്ങളുടെ സ്വഹാബാക്കളിൽ ഏറ്റവും നബിയോടടുത്ത് നിൽക്കുന്ന സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അവരുടെയൊക്കെ തനി സ്വഭാവത്തോടു കൂടെ ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടവരാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മാത്രമല്ല ആ നിലക്കുള്ള ഒരു ഷഹാദത്തും ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നൽകുകയാണ്. മഹാനരുടെ നേതൃത്വത്തിൽ ഈ രാജ്യങ്ങൾ ഫത്ഹായി. അതുപോലെ തന്നെ ഈ ബൈത്തുൽ മുഖദ്ദസ് ഫത്ഹായി. ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന് ഫത്ഹാക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവമല്ലേ. ഈ പ്രദേശങ്ങളും ഇതിന്റെ അപ്പുറമുള്ള പ്രദേശം റോമ സാമ്രാജ്യം മുഴുക്കയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളിൽ നിന്നാണ് ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന് ഫത്ഹാകുന്നത്. 100,000-ഓളം ബനൂ ഇസ്രായേൽ നബിമാരുടെ എല്ലാം പാരമ്പര്യമുള്ള ആ ബൈത്തുൽ മുഖദ്ദസ് അവരുടെ അനുയായികളുടെ കയ്യിൽ നിന്ന് ഫത്ഹാകുന്നത് ഒരു മഹത് സംഭവമാണല്ലോ. ആ സംഭവമെല്ലാം കഴിഞ്ഞ ഉടനെ ഉമർ എന്നവർ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു വരവ് നീട്ടിവെക്കേണ്ടി വന്നു. ആ നീട്ടിവെക്കേണ്ടി വന്ന വരവും അത് കഴിഞ്ഞ ശേഷം മഹാനവറുകൾ വരുന്ന വരവും, ആ വരവൊക്കെയും ഇവിടത്തെ ചില രോഗങ്ങൾ ചൊല്ലിയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അംവാസ് പ്രദേശത്തിൽ നിന്ന് ആരംഭിച്ച ഒരു മഹാപ്ലേഗ് രോഗം, ത്വാഊനു അംവാസ് എന്ന പ്രദേശം. അംവാസ് എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ ഒരു ചെറിയ ഗ്രാമമാണ്.
ആ ഗ്രാമത്തിൽ നിന്നാണ് ഈ പ്ലേഗിന്റെ തുടക്കം എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ അംവാസു ത്വാഉ എന്ന് പറയുന്നത്. അംവാസ് ഇവിടെ ഒന്നുമല്ല, ജോർഡാനിലൊന്നുമല്ല. പക്ഷേ അംവാസു ത്വാഉവിൽ വഫാത്തായിട്ടുള്ളവർ പലരും കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആ പ്ലേഗ് രോഗം അംവാസിൽ മാത്രം പരിമിതമല്ല, അംവാസ് എന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ഷാമിന്റെ മണ്ണിലൂടെ വ്യാപിച്ചിട്ടുള്ള ഒരു വലിയ പ്ലേഗ് രോഗമായിരുന്നു. 10,000-കണക്കിന് സ്വഹാബാക്കളും വിശ്വാസികളുമായിട്ടുള്ള മഹാന്മാരാണ് അതിൽ ഷഹീദായത്. ആ കൂട്ടത്തിൽ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് എന്നവർ ആ ഷഹാദത്ത് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരായിരുന്നു. ഇവിടെ നിന്ന് ആരും പുറത്തു പോകരുതെന്നും ഇവിടെയുള്ളവരെല്ലാം ഈ മരണത്തെ വമ്പിച്ച മരണമായി കാണണമെന്നും അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഷഹാദത്തായി ഇതിനെ വരവേൽക്കണമെന്നും ഖുതുബ ഓതിക്കൊണ്ട് ജനങ്ങളെ തെരഞ്ഞപ്പെടുത്തുകയും ഈ മരണം അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹ മരണമാണെന്ന് മനസ്സിലാക്കണമെന്ന് എല്ലാവരെയും ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രസംഗിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ടവർ ത്വാഊൻ തന്റെ കയ്യിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നു. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് മഹാനവറുകൾ ഷഹീദായി. ആ ഷഹീദായ ത്വാഊന്റെ ഉടനെ തന്നെ ത്വാഊന് ഷഹീദായ മഹാനവരുടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനരെ സഹായിച്ചിരുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മുആദ് ഇബ്നു ജബൽ എന്നവരെയും അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് എന്നവരെയും അതുപോലെ പ്രധാനപ്പെട്ട 2-3-4 പേരുണ്ടായിരുന്നു. അവരെയായിരുന്നു ഉമർ എന്നവർ ഈ ഭാഗങ്ങളിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിശ്ചയിച്ചിരുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മുആദ് ഇബ്നു ജബൽ എന്നവർ. ഇൻഷാ അല്ലാഹ് മുആദ് ഇബ്നു ജബലിനെ നമ്മൾ പരിചയപ്പെടണം. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളാണ് ഇവർക്ക് ബദൽ നിസ്കരിച്ചത്, ഇവരുടെ മയ്യത്ത് നിസ്കരിച്ചത്. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മഹാനരുടെ ഭാര്യക്ക് പ്ലേഗ് രോഗം വന്നു. മഹാനോട് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴല്ലേ, 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ എനിക്കും ഇതിൽ നിന്നുള്ള അംശം തരണം, ഇതിൽ നിന്നും എനിക്ക് കിട്ടേണ്ട അംശവും ഇനി തരണമെന്ന്. ആ പ്രാർത്ഥന പൂർത്തിയായില്ല, അപ്പോഴേക്ക് തന്നെ അവരുടെ ഭാര്യ പ്ലേഗ് വന്ന് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. മകനും പെട്ടെന്ന് മരണപ്പെട്ടു, മക്കളും മരണപ്പെട്ടു. എല്ലാവരും കഴിഞ്ഞു ഉടനെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവും ആ പ്ലേഗ് രോഗത്തിൽ ഷഹീദായി. അങ്ങനെ പ്ലേഗിൽ ഷഹീദായിട്ടുള്ള 2 പ്രധാനപ്പെട്ട മഹാന്മാർ ഏതാണ്ട് അടുത്ത് തന്നെയാണ് കിടക്കുന്നതെന്നാണ് ചരിത്ര വിവരം. ഇവിടെ നോക്കിയിട്ട് മനസ്സിലാകുന്നതും തന്നെയാണ്. നമ്മളെ ഒടിയപ്പാറ അഷ്റഫുമാരെ നോക്കിയിട്ട് നെറ്റിൽ മനസ്സിലാകുന്നതും അടുത്താണ്. അങ്ങനെയാണ് ചരിത്ര വിവരവും. ബഹുമാനപ്പെട്ട ആ 2 പേരെയും നമ്മൾ സിയാറത്ത് ചെയ്യണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം ഉലമാക്കന്മാരുടെ നേതാവായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഒരമ്പെയ്താൽ എത്തുന്ന അത്ര ദൂരം കണ്ട് ഉലമാക്കൾക്ക് മുൻപിൽ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു മഹ്ശറിൽ യാത്രയാക്കുമെന്നും ഹശർ ചെയ്യുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം, ഇസ്ലാമിന്റെ ഫിഖ് കൊണ്ട് ഏറ്റവും വിവരമുള്ളയാൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 4 ആളുകളാണ് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്ന അൻസാരികളായ സ്വഹാബിമാർ. 4 പേർ. അവരിൽ പ്രധാനിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നബിയുടെ കാലത്ത് ഫത്വ നൽകിയിരുന്ന അൻസാരികളിൽപ്പെട്ട 3 പേർ ഫത്വ നൽകിയിരുന്നവർ പ്രധാനപ്പെട്ടുണ്ടായിരുന്നു. അവരിൽ മുൻപനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫത്വ കൊണ്ടും ഖുർആൻ കൊണ്ടും വിവരം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മദീനത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരം നബി തങ്ങൾ നിശ്ചയിച്ച യമനിലെ ഗവർണറായിട്ട് അയക്കാൻ അല്ലാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്തിട്ടുള്ള മഹാൻ. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. അങ്ങനെ മുആദ് ഇബ്നു ജബൽ എന്നവരെ നമ്മൾ ചരിത്രം മനസ്സിലാക്കിയാൽ ധാരാളം മഹാനെ കുറിച്ച് മനസ്സിലാക്കാം. ആ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളും അവരുടെ പടയോട്ടത്തിന്റെ മണ്ണിൽ തന്നെ വീര രക്തസാക്ഷിത്വം വരിച്ചു. പക്ഷേ ശത്രുക്കളുമായുള്ള പടയിലല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെ ഷഹാദത്ത് നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്ലേഗിന്റെ മരണത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഷഹീദായത്. മുആദ് ഇബ്നു ജബലിന്റെ മക്കളും അവരുടെ ഭാര്യയും ഒക്കെ. അപ്പൊ അവരും ഒക്കെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഖബറുകളൊന്നും പ്രത്യേകം അവരുടേത് പരിപാലിക്കപ്പെടാത്തത് കൊണ്ടാണ് അറിയാത്തത്. അതാണ് ഈ മണ്ണിലൂടെ ചവിട്ടുന്നത് മുഴുവൻ അമ്പിയാക്കന്മാരുടെ കാൽപാദം ചവിട്ടിയ മണ്ണിലൂടെയായിരിക്കും നമ്മൾ ചവിട്ടുന്നതെല്ലാം. ഈ പ്രദേശത്ത് കിടക്കുന്നിടത്തെല്ലാം 1000-കണക്കിന് പ്രവാചകന്മാർ കിടക്കുന്നുണ്ട് ഈ ഫലസ്തീനിന്റെയും അതുപോലെ ഷാമിന്റെയും മണ്ണിൽ.
എല്ലായിടത്തും അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു എന്ന് അല്ലാഹു തആല പറഞ്ഞത് പ്രത്യേകം അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ഖബറുകൾ, അതിൽ നിന്ന് പക്ഷെ അറിയപ്പെട്ട ഖബറുകളും പരിപാലിച്ചു വരുന്ന ഖബറുകളാണ് ഈ ഖബറുകളൊക്കെ. മഹാനായ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നിവരുടെ ഖബറിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ കാലമായി പരിപാലിച്ചു വരുന്നതും വളരെ മഹത്വമുള്ളതുമാണ്. മഹാനരുടെ ഖബറിന്റെ മുകളിൽ നോക്കിയാൽ തന്നെ അവിടുത്തെ ജലാലത്ത്, അവിടുത്തെ മഹത്വം അറിയാം, അവിടുത്തെ വലുപ്പം അറിയാം. ആ വലുപ്പവും മഹത്വവും വലിയ സ്വഹാബിമാരെ കുറിക്കുന്ന പദമാണ് സ്വഹാബിയുൽ ജലീൽ. സ്വഹാബിയുൽ ജലീൽ എന്ന വാക്ക്, ആ ജലീൽ എന്ന വാക്കിലെ അതാണ് ഇമാം നവവി ഉദ്ധരിക്കുന്നത്. ജലാലത്തു ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ ജലാലത്ത് ആ മഖാമിങ്കിൽ പോയാൽ തന്നെ അറിയുമെന്ന്. അതായത് ആ ഖബർ കൃത്യമായും മഹാനവരുടേതാണ് എന്ന് അറിയിക്കുകയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഖദ് സുർതുഹു മിറാറ, ഒരുപാട് സമയം, ഒരുപാട് വട്ടം ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാമുൻ നവവി എന്നവരൊക്കെ ഡമാസ്കസിൽ നിന്നും ഇവിടെ വന്നിട്ട് ഒരുപാട് തവണ സിയാറത്ത് ചെയ്തു എന്നറിയിക്കുന്ന ആ ഖബറാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നവരുടെ ഖബർ. അതുപോലെ തന്നെ പവിത്രമായ മഹാന്മാരും സ്വഹാബാക്കളും ഇമാമിയങ്ങളും എല്ലാം സിയാറത്ത് ചെയ്ത ഖബറാണ് മുആദ് ബിൻ ജബൽ എന്നവരുടെ ഖബർ. അത്തരം ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ആ കൂട്ടത്തിൽ നമുക്ക് തന്ന പട്ടികയിൽ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഖബറും യൂശൈ നബി അലൈഹിസ്സലാമിന്റെ ഖബറും ഇവിടെ ഉണ്ട്. യൂശൈ നബി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഖദർ നബി അലൈഹിസ്സലാമിനെ തേടിപ്പോയ യാത്രയിലെ കൂട്ടാളിയായ തന്റെ പരിചാരകനായി ഫത്താഹു എന്ന് ഖുർആൻ പറഞ്ഞ ആളാ. വഇദ് ഖാല മൂസാ ലി ഫത്താഹു, വഇദ് ഖാല മൂസാ ലി ഫത്താഹു എന്ന് അൽ-കഹ്ഫ് സൂറത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആ മഹാനാണ് യൂശൈ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഹാറൂൻ നബി വഫാത്തായി, ശേഷം മൂസാ നബി അലൈഹിസ്സലാമും വഫാത്തായി. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫലസ്തീനിലെ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ അവിടുന്ന് മനസ്സിലാക്കാം. ആ രണ്ടുപേരും വഫാത്തായ ശേഷം പിന്നീട് ബനു ഇസ്രായേലിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ ജനതയിൽ അല്ലാഹു തആല റസൂലാക്കി നിയോഗിച്ച നബിയാണ് യൂശൈ നബി അലൈഹിസ്സലാം. ആ യൂശൈ നബി അലൈഹിസ്സലാം എന്നവരുടെ ഖബർ ഇവിടെയാകുന്നത് തന്നെയാണ് ഏറ്റവും സാധ്യത. ഇറാഖിലുമുണ്ട് അങ്ങനെ ഒന്ന് ഖബറെങ്കിലും. ഇറാഖ് ഷാമിന്റെ പരിസര പ്രദേശം എന്ന നിലക്ക് സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും അധികം ബനൂ ഇസ്രായേലിൽ താമസിച്ച മണ്ണെന്ന നിലക്ക് ഷാമിലാണ് യൂശൈ നബി അലൈഹിസ്സലാം കിടക്കാൻ സാധ്യത. ഇവിടെ പരിപാലിക്കപ്പെട്ടു വരുന്ന യൂശൈ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ശരിക്കും അവരുടെ ഖബറാകാൻ തന്നെയാണ് സാധ്യത. സാധ്യത എന്ന് പറയുമ്പോൾ ഒരു വസ്തുത നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു തൈമിയ്യയെ പോലുള്ള ചില വലിയ ശൈഖുമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ലോകത്ത് അമ്പിയാക്കന്മാരുടെ ഖബറിൽ വെച്ച് ഒരു നബിയുടെ ഖബറാണെന്ന് ഉറപ്പുള്ളത് അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന തിരുഹിജറ ശരീഫ മാത്രമാണ്. വേറെ ഒരിടത്തും ഒരു നബിയുടെ ഖബറാണെന്ന് ഉറപ്പില്ല. അതായത് അമ്പിയാക്കന്മാരുടെ ഖബർ തെരഞ്ഞുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്താനും അങ്ങനെ നമ്മൾ തേടി നടന്നിട്ട് അതൊന്നും കിട്ടൂല എന്ന് അറിയിക്കാനുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബർ ഈ മണ്ണിൽ പരിപാലിക്കപ്പെട്ടു വരുന്നതും അത് അടിസ്ഥാനമുള്ളതാണെന്നും ബർക്കത്തെടുത്തു വരുന്നതാണെന്നും ഇമാമുൻ നവവിയെ പോലുള്ള ഒരുപടി മഹാന്മാർ വളരെ പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിപാലിക്കപ്പെടുന്ന ഖബറുകളാണ് ഇവിടെ ദാനിയാൽ പ്രവാചകരുടെ ഖബർ, മദീനത്തുൽ ഖലീലിൽ ഫലസ്തീനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യഅഖൂബ് നബി അലൈഹിസ്സലാം, അതുപോലുള്ള അമ്പിയാക്കന്മാർ, അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഫലസ്തീനിന്റെ മണ്ണിൽ ശരിക്ക് തന്നെ പരിപാലിക്കപ്പെട്ടു വരുന്ന ഖബറും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറും ഒക്കെ അതേ രീതിയിൽ പരിപാലിക്കപ്പെട്ടു വരുന്ന ഖബറും അത് ഈ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സയുടെ അടുത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെ ബുഖാരിയിലുണ്ടല്ലോ. അപ്പൊ അത്തരം ഹദീസുകളെല്ലാം വെച്ച് പ്രമാണങ്ങൾ വെച്ച് പരമ്പരാഗതമായി അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് വേദക്കാരായ മൂന്ന് കൂട്ടരും, മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരും. അപ്പൊ പരമ്പരാഗതമായി ആ നബിമാരെ അവരുടെ പിതാക്കന്മാരായും പരിശുദ്ധ പ്രവാചകന്മാരായും ഏറ്റവും ശ്രേഷ്ഠ പ്രവാചകന്മാരായും കാണുന്ന അതേ വിഭാഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്ത് അവരുടെ ഖബറുകൾ അക്കാലം മുതൽ പരിപാലിക്കപ്പെട്ടു തന്നെ വരുമല്ലോ. ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്. ആ നിലക്ക് ജൂതന്മാരും ക്രിസ്ത്യാനികളും തന്നെ പരിപാലിച്ചു വരുന്നതാണ് അബ്രഹാം സ്ഥലം, അതുപോലെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഒക്കെ അവരുടെ വലിയ വിശുദ്ധ പ്രവാചകന്മാരാണ്.
ആ തരം ഖബറുകളൊക്കെ പരിപാലിക്കപ്പെട്ടു വരുന്ന അതേ രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അംഗീകരിച്ചുവെന്ന് തന്നെയാണ് ഇസ്രാഇന്റെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സായിൽ വെച്ച് അവർക്കൊക്കെ ഇമാമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച ചരിത്രവും മസ്ജിദുൽ അഖ്സായിൽ വെച്ചാണ് അവരെ എല്ലാം ഒന്നിച്ച് നബി തങ്ങൾ കണ്ടതും സമ്മേളിച്ചതുമെന്ന ചരിത്രവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരുടെ ഒക്കെ ഖബറുകൾ ഈ പ്രദേശങ്ങളിൽ അങ്ങനെ തന്നെ ഉണ്ടെന്നും അതറിയപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ വിശ്വസിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കടപ്പെട്ടവരാണെന്നും തന്നെയാണ്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അമ്പിയാക്കന്മാർ ഒരുപാട് പേരുടെ ഖബറുകൾ ഇവിടെയുണ്ട്. ഇന്ന് നമുക്ക് നൽകിയ ജോർദാനിലെ പട്ടികയിൽ, അതായത് ഉർദുനിലെ പട്ടികയിൽ 2 പ്രവാചകന്മാരുടെ ഖബറാണ് ഇവിടെയുള്ളത്. ഒന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷെ നമുക്കിവിടെ പട്ടിക തന്നത് ഒന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറും ഒന്ന് യൂശ നബി അലൈഹി ഇസ്ലാമിന്റെ ഇടവുമാണ്. ശുഐബ് നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അമ്മോശൻ മദിയൻ എന്ന് പറയുന്ന ആ ദേശത്തേക്കും, അതുപോലെ അസ്ഹാബുൽ ഐക്ക എന്ന പേരിൽ ഖുർആൻ പറയുന്ന ദേശക്കാർ, അത് രണ്ടും ഒരേ കൂട്ടരാണെന്നും അഭിപ്രായമുണ്ട്. രണ്ട് കൂട്ടരായി 2 സ്വഭാവത്തിൽ ഖുർആൻ വിവരിച്ചതുകൊണ്ട് 2 പക്ഷമാണെന്ന് പറയുന്നതാണ് പ്രബലം. അതനുസരിച്ച് ഈ 2 കൂട്ടരിലേക്കാണ് ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല അയച്ചത്. ശുഐബ് നബി ഒരുപാട് സ്ഥലത്ത് ഖുർആൻ വിവരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മളെ പ്രസംഗത്തിന്റെ വാചകത്തിൽ നുരീദു ഇല്ലൽ സുലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി മുനീബ് എല്ലാ വഅലമാരും പറയലോ. ആ പറയുന്ന വാചകം ശുഐബ് നബി അലൈഹി സലാം പറഞ്ഞ വാചകമായി ഖുർആൻ ഉദ്ധരിച്ച് പഠിപ്പിച്ച വാചകമാണ്. ആ വാക്കിന്റെ ഒരു സർവാംഗീകൃതയും നമ്മളെ ഈ ഉമ്മത്തിൽ അതിന്റെ വ്യാപനവും നമ്മളെല്ലാവരും ഈ ഒരു വാചകം അല്ലാഹുവിന്റെ റസൂലിനെ തുടർന്നുകൊണ്ട് ഉദ്ധരിച്ചു വരുന്നതും തന്നെ ശുഐബ് നബി അലൈഹി സ്വലാമിനുള്ള സ്ഥാനവും പദവിയും വിവരിച്ചു വരുന്നുണ്ട്. ആ മഹാനാണ് ശുഐബ് നബി അലൈഹി സ്വലാം. അവരുടെ അടുക്കൽ 10 വർഷക്കാലം ആടിനെ മേച്ചുകൊണ്ടും സേവനം ചെയ്തുകൊണ്ടും കിട്ടിയ ശിക്ഷണമാണ് കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ തർബിയത്ത്. അമ്പിയാക്കന്മാരെ ഒക്കെ പിതാക്കന്മാരിലൂടെയും പിതാമഹന്മാരിലൂടെയുമായി അല്ലാഹു തആല അതിലും വലിയ മുൻപത്തെ പ്രവാചകന്മാരുടെ തർബിയത്തിലൂടെയാണ് നബിമാരാക്കി അയച്ചതെന്ന് നമുക്ക് കാണാം. മൂസാ നബിയുടെ തർബിയത്തിൽ വളർന്ന യൂശ നബി അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ തർബിയത്തിൽ വളർന്ന മൂസാ നബി അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള മൂസാ നബി അലൈഹിസ്സലാം ശുഐബ് നബിയേക്കാൾ വലിയ പദവിയായി ഉലുൽ അസ്മുകളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ പിന്നീടുള്ള പദവി സ്ഥാനമുള്ളവരായി നമ്മൾ മനസ്സിലാക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ ആ പദവിയിലേക്ക് എത്തിച്ചത് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമുമായുള്ള സമ്പർക്കവും ബന്ധവും അവരുടെ തർബിയത്തുമാണ്. ആ ശുഐബ് നബി അലൈഹിസ്സലാമിനെയും നമ്മൾ ഇവിടെ സിയാറത്ത് ചെയ്യാനുള്ളതാണ്. അത് നാളെ പറ്റെങ്കിൽ കഴിയും എന്നാണ് ഇപ്പോൾ നമ്മൾ ഇയാൾ പറഞ്ഞ ആളെ മാറ്റി കിട്ടിയെങ്കിൽ ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് ശരിക്കും കഴിഞ്ഞിടായില്ല. പക്ഷേ അത് അങ്ങ് തലക്കലാണ്. ഒന്ന് സാധിച്ചാൽ അബൂ ഉബൈദ എന്നവരും മുആദ് എന്നവരും ഒഴിവാകും. ഇവിടെ പോയാൽ അവ ഒഴിവാകും. രണ്ടാലൊന്ന് ഒഴിവാകേണ്ടി വരും എന്നുള്ളതാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. അതുപോലെ ഈ പ്രാവശ്യവും ഇപ്പോൾ നമ്മൾ കേട് പറയുന്നത് അതാണ്. അപ്പം ആ നിലക്ക് ചിലപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അവരെ പ്രത്യേകം ഓർത്തുകൊണ്ട് പ്രത്യേകം തന്നെ അവർക്ക് വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചു വന്നതാണ്. അവരെ സിയാറത്ത് നമ്മൾ ആഗ്രഹിച്ചു വന്ന പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് ആശിക്കാം. അവരുമായിട്ടുള്ള ബന്ധവും അല്ലാഹു തആല ആത്മീയമായി നമുക്ക് നൽകുമെന്ന് ആശിക്കാം. കണ്ടെങ്കിൽ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത പുണ്യം നേരിട്ട് കണ്ട് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അവരൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പോകാനുള്ളവരാണ്. ആ മഹത്തുക്കളുടെയൊക്കെ ബർക്കത്തും ഐശ്വര്യവും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മള് മൂത്തത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രദേശത്ത് ഏറ്റവും പ്രധാനമായി പിന്നെ ഇന്നത്തെ യാത്രയിൽ അവർ മനസ്സിലാക്കി തരുന്നത് അസ്ഹാബുൽ കഹ്ഫിന്റെ സമീപമാണ്. അസ്ഹാബുൽ കഹ്ഫ് അതും ഖുർആനിൽ വളരെയധികം വിശദീകരിച്ചൊരു സ്ഥലമാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഖുർആന്റെ ഭൂമികയിലൂടെ എന്നാണ് ഈ പ്രദേശങ്ങളിലൂടെ ആദ്യമായിട്ട് സിയാറത്ത് യാത്ര നടത്തിയ പുത്തൻവാദി സംഘം പേരിട്ടു. അവർക്ക് അമ്പിയാക്കന്മാർ സിയാറത്ത് ചെയ്യാമെന്നും പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ആദ്യം ഇവിടെ വന്നത് അബ്ദുൾ റസാഖ് സുല്ലമിന്റെ നേതൃത്വത്തിലുള്ളൊരു മുജാഹിദ് ഗ്രൂപ്പാണ്. ആ മുജാഹിദ് ഗ്രൂപ്പിന്റെ ഈ വഴിക്കുള്ള യാത്രയിലൂടെയാണ് ഈ പ്രദേശങ്ങളും ഈ പ്രദേശത്തുള്ള ചരിത്ര സംഭവങ്ങളും അമ്പിയാക്കന്മാരുടെ ഖബറുകളും സ്ഥലങ്ങളും എല്ലാം നമ്മുടെ മലയാളത്തിൽ അറിയാൻ തുടങ്ങി. നമ്മളിപ്പോൾ അറിയാൻ തുടങ്ങുള്ളൂ. ഇനി കുറച്ചു കാലമായിട്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാലും വാസ്തവത്തിൽ നമ്മുടെ നാടിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഈ മണ്ണിലൂടെ ഒരുപാട് ക്രിസ്ത്യൻ
പ്രദേശങ്ങളൊക്കെ അവർക്ക് ഫലസ്തീനിലുള്ള ഒരുപാട് ബത്ലഹേം അടക്കമുള്ളതും അതുപോലെ ഒരുപാട് പ്രദേശങ്ങളിലുള്ള യേശുക്രിസ്തുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അനേകം ചരിത്രങ്ങളുള്ളത് ഈ മണ്ണിലൂടെയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇവിടെ ധാരാളം വരും. ഇസ്രായേലിലാണ് പിന്നെ ഇവിടെ തന്നെ കൂടിയിരുന്നല്ലോ ജൂതന്മാർ. പിന്നെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളാണ്. ഇപ്പോൾ മുസ്ലിമീങ്ങളായി മലയാളികൾ വരാൻ തുടങ്ങിയത് ഈ ഗ്രൂപ്പിന്റെ. അപ്പോൾ അവരതിന് പേരിട്ടത് ഖുർആന്റെ ചരിത്ര ഭൂമികയിലൂടെയാണ്. അതായത് ഖുർആനിൽ ചരിത്രം പറഞ്ഞിട്ടുള്ള ഭൂമികകളെല്ലാം ഈ യാത്രയിൽ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഖുർആനിന്റെ ചരിത്രം എന്ന നിലയിൽ തന്നെ അനുസ്മരിക്കേണ്ടതും ഓർക്കേണ്ടതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതും കണ്ടുവെക്കേണ്ടതുമാണ്. അള്ളാഹു അതൊക്കെ പഠിക്കാനും ഓർക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അക്കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നവരുടെ സംഭവം. നമുക്കറിയാലോ, അൽ കഹ്ഫ് എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ വെള്ളിയാഴ്ച നമ്മൾ ഓതേണ്ടതുണ്ടല്ലോ. ധാരാളം തവണ ഓതണമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് വെള്ളിയാഴ്ച അൽ കഹ്ഫ്. ഒരു വട്ടം ഓതിയിട്ട് നിർത്തലല്ല, ധാരാളം തവണ ഓതണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ അൽ കഹ്ഫ് സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ ആദ്യ ഭാഗത്ത് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നവരുടെ സംഭവമാണ് പറയുന്നത്. മൂല്യന്മാർക്കൊക്കെ അത് നല്ലപോലെ അറിയാം, അവർക്കത് വിവരിക്കേണ്ട ഒരു ആവശ്യമല്ല. കാരണം ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിവരണമാണ്. അത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ചെറിയ അറിവിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. ഈ സംഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തും റിസാലത്തും വേദക്കാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ ഏറ്റവും മഹത്തായ ഒരു സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്ര വിവരണം. അത് ഖുർആൻ അവതരിച്ചത് ഖുർആൻ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണെന്ന് ചിന്തിക്കുന്ന ലോകത്തെ അറിയിക്കുന്നതിനുള്ള, വേദക്കാർക്കും വേദജ്ഞാനികൾക്കും അറിയിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയായിരുന്നു. കാരണം എന്താണ്? ഖുർആന്റെ മുൻപുള്ള വേദങ്ങളിൽ വിവരിക്കപ്പെട്ട ചരിത്രങ്ങളാണ് അധികവും വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുള്ള പ്രവാചക ചരിത്രങ്ങളെല്ലാം വേദങ്ങളിൽ, ബൈബിളുകളിൽ വിവരിക്കപ്പെട്ടവയാണ്. പൂർവ്വവേദങ്ങളിൽ, ബൈബിളുകളിൽ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ വിവരിക്കപ്പെടാത്ത ചരിത്രങ്ങൾ കുറവാണ് ഖുർആനിൽ. ഒരുപാട് ചരിത്ര വിവരങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ നിന്ന് ഭിന്നമായി വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സമ്പൂർണമായി കൗതുകകരമായ ഒരു ചരിത്രം പറഞ്ഞത് യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥയാണ്. ആ കഥ അതുപോലെ വേദങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുൻപ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വേദവും ഈസാ നബിയുടെ ആകാശത്തേക്കുള്ള ഉയർത്തലും കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. അപ്പൊ ആ സംഭവം പൂർവ്വവേദങ്ങളിൽ പറയാൻ ഒരു ചാൻസും ഇല്ലല്ലോ. വേദം ഈസാ നബി അലൈഹി സ്വലാമിനോടുകൂടെ അവസാനിച്ചല്ലോ. അപ്പൊ മൂസാ നബിയുടെ തൗറാത്തും ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ സബൂറും ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഇഞ്ചീലും അതിനെ പ്രതി അമ്പിയാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഒഴിഞ്ഞിട്ടുള്ളതുമായ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളവയും അതുപോലെ തന്നെ അള്ളാഹു വേദത്തിന് പുറമെ സുഹഫ് എന്ന പേരിൽ നൽകപ്പെട്ടിരിക്കുന്ന ആകാശഗന്ധങ്ങൾ, ഇതിലെല്ലാം വിവരിക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് ഭിന്നമായി അതിലൊന്നും വിവരിക്കപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. അത് നടക്കുന്നത് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആകാശാരോഹണത്തിന് ശേഷമാണ്. അപ്പോ അവരിൽ നടന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് അവരിലെ വേദജ്ഞാനികൾക്ക് കർണാകർണിയായി, അതുപോലെ വാക്കുകളായി ഉദ്ധരിച്ചു കിട്ടിയതനുസരിച്ച് അവർ പറഞ്ഞു വരുന്ന ഒരു ചരിത്രം എന്നല്ലാതെ വേദവായനയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്രമായിരുന്നില്ല അൽ കഹ്ഫിലെ ചരിത്രം. അതിന് അള്ളാഹുവിന്റെ റസൂലിനോട് മദീനത്തെ ജൂതന്മാർ നബിയാണോ എന്നറിയുന്നതിനുള്ള അടയാളമായി അസ്ഹാബുൽ കഹ്ഫ് എന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അറിയുമോ, അവരുടെ ചരിത്രം കിട്ടുമോ, നീ നബിയാണെങ്കിൽ വഹിയിറങ്ങുന്നുണ്ടെങ്കിൽ എന്താണ് എന്ന് ചോദിക്കാൻ ഖുറൈശികൾക്ക് പഠിപ്പിക്കുകയും അതനുസരിച്ച് ഖുറൈശികൾ ചോദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം. അതുപോലെ ദുൽഖർനൈനിയുടെ സംഭവം. അപ്പൊ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം അള്ളാഹുവിന്റെ റസൂല് വഹിയിറങ്ങിയ ആയത്തുകളായിട്ട് അങ്ങോട്ട് ഓതുന്നു. ആ ഓതുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ്.